പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കുമാരൻ എന്ന് പറയുന്ന വ്യക്തി വീടിൻ്റെ മുറ്റത്താണ് ആന ചവിട്ടി കൊല്ലുന്നത്. ഈ ഒരു വികാരത്തോട് കൂടിയിട്ടാണ് ജനങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ കുറേ കരഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ കാര്യത്തിന് പോരാട്ടം തുടരുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചുള്ള ഇറക്കം 23-ാം തീയതി റിസൾട്ട് വന്നാൽ 24-ാം തീയതി ഞങ്ങൾ ഈ മലയോര കർഷകരെ ചേർത്ത് ആ പോരാട്ടം തുടരും. ഈ വിഷയങ്ങളെല്ലാം പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ പറയും. എന്ത് സംശയം, അവർ വിരലിൻ്റെ തുമ്പ് കൊണ്ട് അവർ സംസാരിക്കും. ഈ മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന 3,02,32,000 ആളുകളുണ്ട് ഇവിടെ വോട്ടർമാർ. ആ വിരൽ തുമ്പ് കൊണ്ട് അവർ സംസാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അത് സംഭവിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും വിധി എഴുതി തുടങ്ങിയിട്ട് ഒരു 1.25 മണിക്കൂറായില്ലേ. പിണറായി സത്തിൻ്റെ ആണി അടിച്ചു തുടങ്ങി. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കട്ടെ ടേ ടേ അത് കണ്ടുമ്പോൾ കാണാം. യൂസഫ് പത്താനോട് ചോദിച്ചത് PV അൻവർ ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കും എന്ന് വെച്ചാൽ പ്ലെയർ ഓഫ് ദ മാച്ച് എന്നാണ് പറഞ്ഞത്. എന്താണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആണോ ഇമ്പാക്ട് പ്ലെയർ ആണോ? അല്ല, അത് രണ്ടും കൂടെ ആയിരിക്കും. ചരിത്രത്തിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാറില്ലല്ലോ. പക്ഷെ അത് രണ്ടും കൂടെ ഒരുമിച്ച് ചിലപ്പോൾ നടക്കും. അതറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാം കൂടെ ഞാൻ പറഞ്ഞ 1-ാം സ്ഥാനം PV അൻവർ അല്ല, ജനങ്ങളാണ്. ആ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവാണ് PV അൻവർ. ഒരാൾ കഥ എഴുതാൻ പോകും, ഒരാൾ പ്രസംഗിക്കാനും പോകും. ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് 2016 അയാൾ പറഞ്ഞിരുന്നു. അത് സിനിമാക്കാർ പഠിച്ച കുറേ ഡയലോഗ് ഉണ്ടാവും. പുള്ളിക്ക് അതിങ്ങനെ ആവർത്തിച്ച് അവരെ വായിന്ന് വരും. 2016 ഇതാ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചില്ല 2014 താങ്കൾ ഇങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്, ചോദിച്ചില്ല നിങ്ങൾ. അതുകൊണ്ടാണ് കുറച്ച് സ്വതന്ത്രന്മാരൊക്കെ ഉണ്ടെന്നുള്ള രീതി തന്നെ പറഞ്ഞത്. താങ്കളുടെ ഒരു പേര് കുറച്ച് സ്വതന്ത്രന്മാരുണ്ട്, അവർക്കൊന്നും കാര്യമായ റോൾ വിടില്ല. എന്നാ ചെയ്യാനാന്നേ, എന്നാ ചെയ്യാനാ? അതല്ലോ കൊച്ചനിയൻ്റെ ഒരു തമാശ അല്ലയോ. നമ്മൾ ജനവിരുദ്ധത, വർഗീയത, ശക്തമായ പോരാട്ടം നമ്മൾ തുടരും. ആരാ പറഞ്ഞത്? ആണോ? അയ്യോ, 2025 ഏറ്റവും വലിയ തമാശയാക്കി കൂട്ടിയാൽ മതി. ഇന്നലെ രാത്രി ചിലപ്പോൾ രാത്രി ഭക്ഷണം അവരുടെ കൂടെ അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് മുഖ്യമന്ത്രിയുടെ റെസിഡൻസ് പോയി വരുന്ന ആരാന്ന് ഒരാൾക്കും അറിയില്ലല്ലോ. അപ്പം അദ്ദേഹവും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധം, അദ്ദേഹത്തിൻ്റെ മകളെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തത്രപ്പാട്, അതിനൊരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും കൊലക്ക് കൊടുത്തുകയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ മകൾ ചെയ്ത തെറ്റിന് 6 മാസം പോയി ജയിലിൽ കിടന്നോട്ടെ എന്ന് തീരുമാനിക്കും എന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത്. അത് ഇവിടെ പ്രാവർത്തികമാക്കിയ ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. അതിലൊരു നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈവായി നിൽക്കുന്നത് കോടിയേരി സഖാവാണ്. മകനൊരു കള്ളക്കേസിലാണ് സത്യത്തിൽ, എന്നിട്ട് പോലും അദ്ദേഹം അതിൽ ഇടപെട്ടില്ല. കിടക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ, അപ്പം നോക്കാം. പാർട്ടി സ്ഥാനത്ത് അദ്ദേഹം മാറി നിൽക്കുക ചെയ്ത്. പഴയകാല ചരിത്രമൊന്നുമല്ല, ഇവിടുത്തെ ലൈവായ ചരിത്ര. ഇപ്പോൾ എന്താ പറയുക, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഓർമ്മയുള്ളതാണ്. ഇദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഭരണം ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിധിയാണെന്ന് വരുന്നതെന്ന് എനിക്ക് 1000% ഉറപ്പാണ്. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് കൃത്യമായി പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞു. വിധിയെഴുത്തായാൽ പിണറായിയെ മാറ്റാൻ തയ്യാറാവുമോ പാർട്ടി? മിണ്ടാൻ ധൈര്യം കിട്ടുമോ? അതാണ് പിണറായിസം. അതാണ് ഇന്റേണൽ കുടുംബാധിപത്യം, ഏകാധിപത്യം, സ്വജനപക്ഷപാതം. ഇതാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഞാൻ ഈ പറയുന്ന പിണറായിസം. അതിവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. മിണ്ടാൻ കഴിയില്ല. ഇന്നലെ മിനിയാന്ന് പറഞ്ഞതല്ലല്ലോ പാർട്ടി സെക്രട്ടറി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം, മറ്റേയാൾ കൊടുക്കുന്ന നിർദ്ദേശം പറയുന്നൊരു മെഗാഫോൺ. അതിലപ്പുറം എന്താണ് പാർട്ടി സെക്രട്ടറി? എനിക്ക് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ആളാണ്. പുള്ളി സാഹിത്യം ഇതൊക്കെ പറയുമെങ്കിലും അയാൾ കുഴപ്പമില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പിണറായിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തരം താഴ്ന്നിട്ട് നാളെ മുഖ്യമന്ത്രിയാണ്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതെങ്കിലും അയാൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പിണറായിൻ്റെ ആഫീസിൽ ശശി എഴുതി കൊടുക്കുന്നത് പറയാൻ എന്തിനൊരു സെക്രട്ടറി? ഇതിലും നല്ലത് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ സഖാവായി നടക്കായിരുന്നു. ഇതിലേറെ നിലയും വിലയുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം എന്താ പറയുക, പിണറായിക്ക് വേണ്ടി കുഴിയിലിറങ്ങുക. അദ്ദേഹത്തിൻ്റെ വിചാരം ഇങ്ങനെ പറഞ്ഞു നടന്നാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്ന. ഗോവിന്ദ മാഷൊക്കെ ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. കേരളത്തിൽ ഇനി ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന CPM മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ ഒരു 10-15 കൊല്ലത്തിന് എന്തായാലും ആലോചിക്കണ്ട കേട്ടോ. ഈ പിണറായിസം തുടരുകയാണെങ്കിൽ
അപ്പോഴേക്കും ഇതൊക്കെ സൈഡാവും ചെയ്യും. പ്രായം ഒരു പ്രശ്നമാണല്ലോ. ഭയങ്കര വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് ഇപ്പം അവകാശപ്പെട്ടത്. ആ അദ്ദേഹം 16 തന്നെയല്ലേ പറഞ്ഞത്. അല്ല 15 വർഷം കഴിഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആരാകുമെന്നാണ് താങ്കൾ പറയുന്നത്? CPM-നാണ്. അതല്ല, അതപ്പോൾ നമുക്ക് പറയാം. ഞാൻ ഫോൺ നമ്പർ തരാം, ഞാൻ ഇപ്പോൾ പറയുന്നില്ല.